ഇപ്പോൾ കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം കൂടിയുണ്ട്. മുഹമ്മദ്, കോഴിക്കോടത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, വിശകലനങ്ങൾ അതെങ്ങനെയൊക്കെയാണ്? മാത്രമല്ല മുന്നണികളുടെ ഒരുക്കങ്ങൾ എങ്ങനെ? കോഴിക്കോട് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കോഴിക്കോട്ട് വോട്ടെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുകയാണ്. പോളിംഗ് സ്റ്റേഷനുകളിലൊക്കെ സജ്ജീകരിച്ച ഉദ്യോഗസ്ഥര് പോളിംഗിന് വേണ്ടി ആൾക്കാർ എത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് തന്നെ എത്താൻ തയ്യാറായില്ല അല്ലെ? രാവിലെ 6 മണിക്ക് മോക്ക് പോളിംഗിന് മൊത്തം തയ്യാറായി സെറ്റായിരിക്കുകയാണ്. ഏജന്റുമാർ വന്നോണ്ടിരിക്കുകയാണ്. ഒക്കെ മോക്ക് പോൾ തുടങ്ങും. ടൈമിന് പോയി ഒറിജിനൽ ഫോൺ 7 മണിക്ക് സ്റ്റാർട്ട്. രാവിലെ തന്നെ പോളിംഗ് സാമഗ്രികളെല്ലാം വിതരണം ചെയ്തു. ആ സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയി അവരെല്ലാ സ്ഥലങ്ങളിലും പോളിംഗ് കേന്ദ്രങ്ങളൊക്കെ തയ്യാറാക്കി സജ്ജീകരിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 70 പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ 7 മുനിസിപ്പാലിറ്റികളും ഒരു കോർപ്പറേഷനും അതോടൊപ്പം തന്നെ 12 ബ്ലോക്ക് പഞ്ചായത്തുകളും ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് ഉൾപ്പെടെ 1903 വാർഡുകളിലേക്കുള്ള ശക്തമായ മത്സരമാണ് നടക്കുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ മേൽക്കൈയുള്ള ഒരു ജില്ലയാണ്. ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനുകളും ഭൂരിഭാഗം പഞ്ചായത്തുകളും LDFിലെ കയ്യിലാണുള്ളത്. അതേസമയം ആ ഒരു ചിത്രത്തിന് മാറ്റം വരുത്തണമെന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ UDFും ശക്തമായ പ്രചരണവും അതോടൊപ്പം തന്നെ മത്സരവുമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. PGP സംബന്ധിച്ചാണെങ്കിൽ അവരെ കോർപ്പറേഷൻ ഉൾപ്പെടെ അവർക്ക് സാന്നിധ്യമുണ്ട്, അത് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണുള്ളത്. പലതരത്തിലുള്ള ചർച്ചകളും പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ തന്നെയും സജീവമായി തന്നെ ഒരു നിലവാണ്. വോട്ടെടുപ്പിന്റെ അവസാന ദിവസം കൊട്ടിക്കലാശത്തിന്റെ അവസാന സമയം വരെ ശക്തമായ മത്സരം ഉണ്ടായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് LDF വെച്ചു പുലർത്തുന്നത്. അതേസമയം തന്നെ സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കോർപ്പറേഷൻ പിടിക്കണമെന്നുള്ള വാശിയിലാണ് UDF ഉള്ളത്. മുസ്ലിം ലീഗും കോൺഗ്രസും ശക്തമായ മത്സര രംഗത്ത് കാഴ്ചവെക്കുന്ന പല വാർഡുകളിലും ഭയങ്കരമായി ടൈറ്റുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്താണെങ്കിൽ ഒരു 5 പഞ്ചായത്ത് നിലവിലുള്ളതിനേക്കാൾ 5 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കൂടെ പിടിച്ചെടുത്താൽ അവിടെ ഭരണം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ UDFിനുണ്ട്. തന്നെ പല മണ്ഡലങ്ങളിലും കാരശ്ശേരിയാണെങ്കിലും തിരുവമ്പാടിയാണെങ്കിലും അതോടൊപ്പം തന്നെ ഉള്ളിയേരിയാണെങ്കിലും ചോറോടാണെങ്കിലും ശക്തമായ മത്സരം നിലനിൽക്കുന്നു. മുനിസിപ്പാലിറ്റികളിൽ പലരും ശക്തമായ മത്സരം നടക്കുകയാണ്. എന്തായാലും വലിയ രാഷ്ട്രീയ പോരാട്ടം